മത്സ്യബന്ധന വലകൾ കൂടുതൽ സുസ്ഥിരമാക്കുന്നതിനുള്ള വഴികൾ നോക്കാം. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം സസ്യങ്ങളിൽ നിന്നോ ജൈവ അധിഷ്ഠിത വസ്തുക്കളിൽ നിന്നോ ഉരുത്തിരിഞ്ഞ ഉയർന്ന ശക്തിയുള്ള പോളിമറുകൾ നമുക്ക് ഉപയോഗിക്കാം. വലകൾക്ക് ഒരു പച്ച മേക്ക് ഓവർ നൽകുന്നതുപോലെയാണിത്. ഈ വലകൾ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക്കിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പുതിയ പ്ലാസ്റ്റിക് ഉൽപ്പാദനത്തിന്റെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നു. ഈ വലകൾ ചവറ്റുകുട്ട അല്ലെങ്കിൽ പരുത്തി പോലെയുള്ള പുനരുൽപ്പാദിപ്പിക്കാവുന്നതും ബയോഡിഗ്രേഡബിൾ വസ്തുക്കളും ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും അവ ശക്തിയിലും ഈടുനിൽക്കുന്നതിലും പരിമിതമായിരിക്കാം. കോട്ടിംഗുകളും ചികിത്സകളും ദോഷകരമായ രാസവസ്തുക്കൾ ഇല്ലാതെ വലകളുടെ ഈടുവും പ്രകടനവും വർദ്ധിപ്പിക്കുന്നു. ഭൂമിക്ക് അനുയോജ്യമായ മറ്റൊരു മത്സ്യബന്ധന വല ഓപ്ഷനിലേക്ക് നോക്കാം. ബയോഡിഗ്രേഡബിൾ മത്സ്യബന്ധന വലകൾ. ആദ്യം നമുക്ക് പ്ലാന്റ് അടിസ്ഥാനമാക്കിയുള്ള പ്ലാസ്റ്റിക്കുകൾ ഉണ്ട്. ചോളം അന്നജത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പോളിലാക്റ്റിക് ആസിഡ് (PLA) പോലെയുള്ള ബയോഡിഗ്രേഡബിൾ പോളിമറുകളിൽ നിന്ന് നിർമ്മിച്ച മത്സ്യബന്ധന വലകൾ ദോഷകരമായ അവശിഷ്ടങ്ങളില്ലാതെ സമുദ്രത്തിൽ സ്വാഭാവികമായി വിഘടിക്കുന്നു. അടുത്തതായി, സ്വാഭാവിക ഫൈബർ മിശ്രിതങ്ങൾ പരിഗണിക്കുക. പ്രകൃതിദത്ത നാരുകളുടെയും ബയോഡിഗ്രേഡബിൾ പോളിമറുകളുടെയും സംയോജനം പ്രകൃതിദത്ത വസ്തുക്കളുടെ ബയോഡിഗ്രേഡബിലിറ്റിക്കൊപ്പം സിന്തറ്റിക്സിന്റെ ശക്തി നൽകുന്നു. ഹ്രസ്വകാല ഉപയോഗത്തിനായി പോളിവിനൈൽ ആൽക്കഹോൾ പോലെയുള്ള വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച വലകൾ കാലക്രമേണ വെള്ളത്തിൽ ലയിക്കുന്നു. പാരമ്പര്യത്തിൽ വേരൂന്നിയ മികച്ച പരിഹാരങ്ങൾ തെളിയിക്കുന്ന തെങ്ങോ ചണനാരുകളോ ഉപയോഗിച്ച് നിർമ്മിച്ച ക്ലാസിക് പരിസ്ഥിതി സൗഹൃദ വലകൾ മറക്കരുത്. മറ്റൊരു ശ്രദ്ധേയമായ ഓപ്ഷൻ റീസൈക്കിൾ പ്ലാന്റ് മാലിന്യത്തിൽ നിന്ന് നിർമ്മിച്ച വലകളാണ്. സസ്യാധിഷ്ഠിത പോളിമറുകളും കാർഷിക മാലിന്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വസ്തുക്കളും ഉൾപ്പെടെയുള്ള ജൈവ അധിഷ്ഠിത വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച മത്സ്യബന്ധന വലകൾ സുസ്ഥിരമായ ബദലുകൾ വാഗ്ദാനം ചെയ്യുന്നു.